ഹായ് ഫ്രണ്ട്സ്, ആർ ബി വ്ളോഗർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കിടിലം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് കിവറ് പോത്തുപള്ളിവറായിൽ തന്നെയാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇവിടുന്ന് ചെയ്തിരുന്നു, കുഴൽക്കിണറിൽ കുടുങ്ങിയിടുന്ന മോട്ടർ എങ്ങനെയാണ് പുറത്തെടുക്കുക എന്നുള്ളത്. ഇന്ന് ഞാൻ ആ പുറത്തെടുത്ത കുഴൽക്കിണറിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ എൻ്റെ അയൽവാസിയായ മുഹമ്മദ് കാക്കൻ്റെ വീട്ടിൽ ഒരു കുഴൽക്കിണറുണ്ട്. ആ കുഴൽക്കിണറിൻ്റെ ഉള്ളിലെ അവസ്ഥകൾ എന്താ എന്നുള്ളത് മൂപ്പർക്ക് അറിയൽ നിർബന്ധമാണല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞ കിണർ കേട്ടോ, കുഴൽക്കിണർ. ഇതിനകത്തുള്ള പരിപാടി അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വീരാമുട്ടി ഇതായത് തുറക്കുന്നത് ആഞ്ഞു വലിക്കേണ്ടി ഓനെ ഒരു സംഭവമാണ്. നമ്മളെ മാമാക്കത അവിടെ മാമാക്ക ആണ് നമ്മൾ ഈ കുഴൽക്കിണറിൻ്റെ ഓണർ കേട്ടോ. അപ്പം ഇതിനുള്ളിലെ അവസ്ഥകളാണ് നമ്മളിപ്പം നോക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഗോപ്രോ ഇറക്കുന്ന സമയത്ത് നോക്കട്ടോ. അതാ നല്ലത്. അവിടെ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ നമ്മളിതാ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കിത് ഇറക്കി നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതിനകത്തേക്ക് ഇറക്കി പോവുകയാണ്. നമുക്ക് ആദ്യം ഇതിൻ്റെ പരിപാടി ഒന്നുമില്ല. ഇനി എന്ത് എന്നുള്ളത് ഇത് പിന്നീട് ഞങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ ഇടയിലേക്ക് പോവാണ്. ഓക്കെ, ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്പീഡിലായിട്ട് പോണത്. നമുക്കിത് ഫസ്റ്റിൽ ട്രെയിനിങ് ആയതുകൊണ്ട് 1-2 വട്ടം നമുക്ക് ഒന്ന് താഴേക്ക് ഇറക്കി മുകളിലേക്ക് പൊന്തിച്ച് ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഫസ്റ്റിലൊരു പോക്കാണ്. ഇതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മുകളിലേക്ക് പൊക്കിയിട്ട് ലാസ്റ്റ് നമുക്ക് ഫൈനലായിട്ട് ഒന്ന് ലാസ്റ്റ് എടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്കൊക്കെ എത്തിക്കണം. അപ്പോൾ നല്ല സ്പീഡിലാണ് ഇപ്പോൾ പോയത്. അപ്പോൾ നോക്കുക എങ്ങനെയൊക്കെയാണെന്നുള്ളത്. വെള്ളത്തിൽ പത്ത് കിട്ടോ വെള്ളത്തിലാ കത്തി അറിയില്ലല്ലോ നമുക്ക് ഇതിന് എത്ര വരാന്നില്ല. ഇവിടെ കുറച്ച് ഇതിന്റെ കൈമ കെട്ടാൻ ഞാൻ പോകും. എത്തിയില്ല. ഇത് അപ്പം നമുക്ക് ഇറക്കിയതൊന്ന് മുകളിലേക്കൊന്ന് പൊന്തിച്ച് നോക്കാം. നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്താണെന്നുള്ളത്. അപ്പം മുകൾക്കൊന്ന് പൊന്തിച്ചിട്ട് രണ്ടാമത് വീണ്ടും നമുക്കൊന്ന് ഇറക്കാം കേട്ടോ. ഞങ്ങളിതിങ്ങനെ മുകൾക്ക് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം എത്ര മീറ്ററോളം താഴോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു അളക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു സുമാർ വെച്ചിട്ട് അളന്നിട്ടാണ് പൊക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ്. ഇത് എന്താണ് ഇനിയിപ്പോൾ ക്യാമറയിൽ ഇത് എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടിയിട്ടുണ്ടോ എന്താണെന്നൊക്കെ ഒരു സംശയമുണ്ട്. അപ്പോൾ ഒന്ന് തീർക്കണം. നോക്കിയിട്ട് രണ്ടാമത് ചെക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഇറക്കാം. അപ്പം നമ്മൾ ഫൈനലായിട്ട് ലാസ്റ്റാണ് ഇപ്പോൾ ഈ ഇറക്കാൻ പോകുന്നത്. ഇത് നമുക്ക് മാക്സിമം എത്രത്തോളം താഴോട്ട് വരെ പോകാൻ പറ്റും അതുവരെ നമ്മൾ ഇറക്കാനുള്ള പരിപാടിയാണ്. ബാക്കിയുള്ളതൊക്കെ പിന്നീട് നമുക്ക് നോക്കാം ഇതെടുത്തതിന് ശേഷം. അപ്പോൾ താങ്കൾ കണ്ടില്ലേ അങ്ങനെ പോണത്. ഇത് നമ്മൾ ഫൈനലായിട്ട് ഇറക്കുന്ന ലാസ്റ്റ് ഇറക്കലാട്ടത്. അപ്പോൾ
അപ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് താഴോട്ട് പോകുന്നത്. നമുക്കിതിൻ്റെ അടിയിൽ ഏകദേശം ഒരു കൺട്രോളിങ് കിട്ടാത്തതുകൊണ്ടേ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ PVC പൈപ്പിന് എന്തെങ്കിലും പൊട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലേ നോക്കുകയാണ്. അതൊക്കെ നമ്മളിപ്പോൾ ഈ നോക്കുന്നത് കേട്ടോ, കണ്ടില്ലേ. PVCക്കൊന്നും കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഒരു കിണർ തന്നെയാണിത്. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ മാക്സിമം എത്രത്തോളം താഴെ വരെ പോകാൻ പറ്റുമോ അത്രത്തോളം വരെ നമ്മൾ ഇറക്കാനുള്ള പരിപാടി തന്നെയാണ്. കയറുകളൊക്കെ കണ്ടമാനം നീളുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വെള്ളത്തിലേക്ക് എത്താനായി. ക്യാമറൻ്റെ റിഫ്ലക്സാണിത്, ലൈറ്റ് ടോർച്ചിൻ്റെ ലൈറ്റ് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടോ അടിപൊളിയുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം. നേരെ ഇത് നമ്മൾ വെള്ളത്തിലെത്തി. ഇത് നമ്മൾ PVC മേലൊക്കെ ഉള്ള ഓരോ പൊടികളൊക്കെയാണ് ഇത് ഇളകിയത്. നമ്മൾ ക്യാമറൻ്റെ ഇളക്കം തട്ടിയിട്ടുള്ളൊരു പ്രശ്നമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനിയും താഴോട്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലൂടെ നമ്മൾ ക്യാമറ ഇങ്ങനെ കുതിച്ച് പോയാട്ടോ. അപ്പം ഏതായാലും നല്ല സംഭവം. ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ ക്ലിയർ ഇങ്ങനെ കൂടുകയാണ്. ഏതായാലും നമ്മൾ ഈ കുയൽ കിണറിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെ ഇട്ടത്. പിന്നെ ഇത് അടിയിലേക്ക് ഇങ്ങനെ പോകുന്നതനുസരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ക്ലിയറായി ഇങ്ങനെ വരിക. ഇനി നമുക്ക് ഏകദേശം പാറൻ്റെ അടുത്തേക്ക് എത്താൻ എത്രത്തോളം ദൂരം ഉണ്ടെന്നുള്ളതൊരു ഐഡിയ അല്ല. ഏതായാലും ഇനിയും മൊബൈൽ നമുക്ക് ഈ ക്യാമറ ഇനിയും അടിയിലേക്ക് അങ്ങനെ പോവേണ്ടതുണ്ട്, കുറേ പോവേണ്ടതുണ്ട് കേട്ടോ. ഇതൊരു 250-80 അടി താഴ്ചയിൽ കിടക്കുന്ന ഒരു കുഴൽക്കിണറാണിത്. അപ്പം ഈ PVC ഏകദേശം ഒരു 75-80 അടിയോളം PVC ഇറക്കിയിട്ടുണ്ടാവും. ഇതാട്ടോ നമ്മൾ ഇപ്പം പാറമ്മലെത്തിയിട്ടുണ്ട്. ഇതുവരെയാണ് PVC ഉള്ളത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ GoPro താഴോട്ട് പോവില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ GoPro ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് എത്ര ഇറക്കിയിട്ട് നമുക്ക് താഴോട്ട് പോകുന്നില്ല. അപ്പം ഇത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ PVC ഇറങ്ങി ലാസ്റ്റ് എത്തിയോടത്തുനിന്ന് പിന്നെ അവിടുന്ന് അങ്ങോട്ട് രസം വട്ടം കുറവാണ്. കണ്ടില്ലേ, ഒന്ന് നോക്കി കണ്ടോ, വട്ടം കുറവാണ്. അപ്പോൾ നമ്മളെ ക്യാമറ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാരണവശാലും പോവില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലുള്ള PVC 6 ഇഞ്ചിൻ്റെ PVC ആണ്. ഏകദേശം പാറമ്മലെത്തി കഴിഞ്ഞപ്പം അവിടുന്ന് അങ്ങോട്ടുള്ള വ്യാസം പിന്നെ വളരെ കുറഞ്ഞ് 4 ഇഞ്ച് ആയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടല്ല, ഏകദേശം 4 ഇഞ്ച് തന്നെയാണെന്ന് പറയാം. ഏതായാലും നമ്മൾ ഇവിടം വെച്ച് ഇത് അവസാനിക്കുന്നില്ല. ഈ പാറിൻ്റെ അടിയിലേക്കും നമുക്ക് എന്ത് ചെയ്യണം, GoPro ഇറക്കണം. അതിനുള്ളൊരു സംവിധാനമാണ് ഇനി ഞാൻ നോക്കുന്നത്. അത് വട്ടം കുറഞ്ഞ രീതിയിൽ ഞാനിപ്പോൾ ഒരു PVCൻ്റെ പൈപ്പിനകത്ത് ക്യാമറ ഘടിപ്പിച്ചിട്ടാണ് താഴോട്ട് ഇറക്കിയത്. ഞാനത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തിക്കുക കേട്ടോ. അതാണ് ഇതിങ്ങനെ കാണുന്നത്. നല്ല സ്പീഡിലാണ് മുകളിലേക്ക് വലിക്കുന്നത്. ഏതായാലും അപ്പം ഇനി അടുത്ത ഘട്ടം ഞാൻ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ രണ്ടാമത്തെ പാർട്ടാക്കിയിട്ട് ഞാൻ അടിപൊളിയായിട്ട് നമുക്ക് ആ പാറൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇറക്കലോടും ഇറക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ ഇത് മുകൾക്കെത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ ഫുള്ളിതാ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ എന്തൊക്കെയാണെന്നില്ല. PVCക്ക് കാര്യമായിട്ട് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല ക്ലിയറുള്ള വെള്ളമാണ്. മക്കൾക്ക് ഈ കിണർ വീണ്ടും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഏതായാലും നമ്മളിതാ GoPro പുറത്തെത്തിയിട്ടുണ്ട്. ഏതായാലും നമ്മളെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.